ഇനി തെളിവുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ യദു ആരാന്ന് നിങ്ങൾ കരുതിക്കണേ? യദുവിന്റെ കയ്യിൽ ഇതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. മുഴുവൻ തെളിവുകളും യദുവിന്റെ കയ്യിലുണ്ട്. യദുവിന്റെ വക്കീലിന്റെ കയ്യിലുണ്ട്. പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. തിരുവനന്തപുരത്ത് ഇപ്പോൾ CPM വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ആര്യയിലൂടെയാണ് വാങ്ങി കൂട്ടുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. അറിയാമല്ലോ, 40 കൊല്ലത്തിലധികമായി CPM തിരുവനന്തപുരം അടക്കി വാഴാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ഭരണ സ്ഥിര കേന്ദ്രവും തിരുവനന്തപുരമാണ്. അവിടെ കാണിച്ചിട്ടുള്ള തോന്നിയാസങ്ങൾ ചില്ലറയൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ കൊറോണ കാലത്ത് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ എത്ര രൂപയാണ് അടിച്ചു മാറ്റിയെന്നറിയാലോ. നടക്കാത്ത ശുചീകരണം, അങ്ങനെ ഓരോന്ന്. പിന്നെ ഇതിനിടയിൽ വലിയൊരു വിവാദം വന്നതാണ് ആ തോട്ടിൽ ഒരാൾ വീണ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മാലിന്യത്തിന്റെ കഥ. അതൊക്കെ മുങ്ങിപ്പോയി. അത് അവർ തന്നെയാണല്ലോ കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ ഒന്നുകൂടി ഒരു വിവാദമായി കയറി വന്നത് ഒരു പാവപ്പെട്ട KSRTC ഡ്രൈവറെ മണ്ടയിൽ കുതിര കയറിയതാണ്. അല്ല, എനിക്ക് മനസ്സിലാകാത്തത്, ഒരു ജനപ്രതിനിധി അല്ലേ ഈ മേയർ? അതും ഒരു നഗരമാതാവ്, നഗരത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിരിക്കുന്ന ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണോ ഏതെങ്കിലും ഒരു വണ്ടി ചേസ് ചെയ്ത് പിടിക്കാന്നുള്ളത്? നാണം കെട്ട പരിപാടി ആയിപ്പോന്നേ. അന്ന് അങ്ങനെ ചേസ് ചെയ്യാൻ പോയ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ട് അത് റാഷ് ഡ്രൈവിംഗ് ആണ്, അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല, ഒന്ന് പിടിച്ച് കാര്യങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് ഒരു ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു. എന്നാൽ അതൊന്നുമില്ല. ഞാൻ എന്റെ അധികാരം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ച് ചേസ് ചെയ്ത് വന്ന് KSRTC ബസിന്റെ വിലങ്ങനെ ഇട്ട് വാതിലും വലിച്ചു തുറന്ന് ഡ്രൈവറെ ചീത്തയും പറഞ്ഞ് മര്യാദയും പഠിപ്പിച്ച്, പിന്നെ MLA കെട്ടിയോനല്ലേ, കെട്ടിയോളെ എന്തെങ്കിലും പറഞ്ഞ് സഹിക്കാനൊന്നുമില്ലല്ലോ, കെട്ടിയോള് കാണിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അങ്ങനെ തുറക്കണമെന്ന് പറഞ്ഞ് വാതിൽ തുറപ്പിച്ച് മറ്റേ പാസഞ്ചേഴ്സ് കയറുന്ന ഭാഗത്തൂടെ അങ്ങോട്ട് കയറി അതിന്റെ മുകളിൽ കയറിയിട്ട് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി. പിന്നെ അവിടെ ഇതൊക്കെ കണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നിന്ന ഒരാളെ ഭീഷണിപ്പെടുത്തി വീഡിയോ ഡിലീറ്റ്. ചുരുക്കം പറഞ്ഞാൽ ഒരു ഷോ ആയിരുന്നു അവിടെ നടന്നിരുന്നത്. ആ ഷോ അങ്ങനെ നടന്നിട്ട് അതിനെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഒന്നുമല്ലാതാക്കി മാറ്റിയ ഒരു സർക്കാർ സംവിധാനത്തെ നമ്മൾ കണ്ടു. എന്തിന്റെ പേരില? അധികാരത്തിന്റെ, അഹങ്കാരത്തിന്റെ പേരില്. മേയർ ആയതുകൊണ്ട് ആ മേയർക്കെതിരെ വന്നിട്ടുള്ള വലിയ ഒരു ജനവികാരം, അത് ഈ യദുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, യദുവിന്റെ കാര്യത്തിൽ ലോക മലയാളികൾ മുഴുവൻ മേയർക്കെതിരാ. അതിലൊരു പക്ഷെ വളരെ കുറഞ്ഞ ആൾക്കാരെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യലായിരിക്കാം. പക്ഷെ മേയർ എവിടെ നിന്നാലും ഇനി പച്ച തൊടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കൂട്ടത്തിൽ സച്ചിൻ ദേവും കൂടെ ചെന്ന് പെട്ടു. കാര്യം മേയറുടെ പേരും പറഞ്ഞുകൊണ്ട് സച്ചിൻ ദേവും പെട്ടു. രണ്ടെണ്ണത്തിന്റെ രാഷ്ട്രീയ ഭാവി മിക്കവാറും തീരുമാനമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എവിടെ നിന്നാലും പച്ച തൊടൂല. മാത്രമല്ല, മേയർക്ക് വേറൊരു കുഴപ്പങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞിരുന്ന പോലെ കുറെ അഴിമതികൾ, സാമ്പത്തിക തിരിമറികൾ, അനധികൃത നിയമനങ്ങൾ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഈ VV രാജേഷാണ് പുതിയ മേയർ എന്നതുകൊണ്ട് CPM വലിയ നെഞ്ചിടിപ്പാണ്. അതിന്റെ കാരണം 2 തവണ കൗൺസിലറായിരുന്നു VV രാജേഷ്. അവിടെ BJPയുടെ കൗൺസിലറായിരുന്നു. അദ്ദേഹത്തിന് അറിയാം ഏതൊക്കെ ഭാഗത്താണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, എവിടെയൊക്കെ എന്തൊക്കെ അഴിമതികൾ നടന്നു എന്ന്. അദ്ദേഹം ചുമതലയാക്കുന്ന സമയത്ത് അവരെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരം കേട്ടാൽ തന്നെ ഒരു സൂചന ഉണ്ട് അതിന്. നമുക്ക് രാഷ്ട്രീയമായിട്ട് ആരോടും വിരോധമോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു പകപോക്കലോ മറ്റു കാര്യങ്ങളോ നമ്മൾ ചെയ്യുകയും ഇല്ല. പക്ഷേ സാമ്പത്തിക തിരിമറികളോ അഴിമതികളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കോർപ്പറേഷന്റെ ഫണ്ട് തിരിമറിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കള്ളത്തരങ്ങളോ വല്ല കാണിച്ചതാണെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള നടപടികൾ വേണ്ടിവരും. അത് ഒരു പക്ഷേ കോർപ്പറേഷന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള അന്വേഷണമാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ, അതല്ലെങ്കിൽ വിജിലൻസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ മറ്റൊരു ഗതി കൂടെ ഉള്ളത്, ഇത്തരത്തിലുള്ള അഴിമതിയൊക്കെ ചെയ്യിച്ചത് 21 വയസ്സുള്ള പക്വതയും പാകതയും മേയർ എന്ന ഗതിയിലെത്താത്ത വ്യക്തിക്കെത്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു മേയർ എന്ന നിലയിൽ പക്വതയും പാകതയും എത്താത്ത കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ ശേഷിയില്ലാത്ത ആളെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യിച്ചത്. അത് അനധികൃത നിയമനങ്ങൾ, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അഴിമതികളും എല്ലാം അതിനകത്ത് പെടും. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഒരിക്കലും ഭരണം നഷ്ടപ്പെടില്ല എന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തിൽ അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഒപ്പിടിച്ചവരെല്ലാം മുങ്ങിയെന്നാണ് കേട്ടത്. അതായത് ഇപ്പൊ പഴയ മേയർ എക്സ് മേയർ ഒറ്റയ്ക്കാണ്, രാജ്യത്തിന് ഒറ്റയ്ക്കാണ് ഇപ്പോ. ഇനി ഇവിടെ അങ്ങോട്ട് രാജേഷ് ഇതിന് കർശനമായ നിലപാടുകൾ എടുത്ത് നടപടികളൊക്കെ വന്നു കഴിഞ്ഞാൽ, അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാജേന്ദ്രന്റെ ശിഷ്ടകാലം വലിയ പ്രശ്നമായിരിക്കും. അടുത്ത പേര് വരാൻ പോകുന്നത്, ആദ്യത്തെ പേരെന്തായിരുന്നു? ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നായിരുന്നുവെങ്കിൽ ഇനി പറയാൻ പോണ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇത്രയും അധികം അഴിമതി കേസുകളിൽ പ്രതിയായി അകത്തു പോണ, ജയിലിൽ കിടക്കുന്ന ഒരാൾ എന്ന നിലയിലായിരിക്കും ഇനി അറിയപ്പെടാൻ പോകുക. കാരണം VV രാജേഷിനെ അറിയാം, നാട്ടിൽ സുപരിചിതനാണ്.
അതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കന്മാരുടെയും പാർട്ടിയുടെ ഉറക്കം പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളെ ബലിയാടാക്കി രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പോറ്റിയെ ബലിയാടാക്കി രക്ഷപ്പെടാമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ഹൈക്കോടതിയാണ് ആ കേസിന് നേതൃത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിയന്ത്രണം കയ്യിൽ വെച്ചേക്കുന്നത് എന്നതുകൊണ്ടാണ് ബാക്കിയുള്ളവർ അകത്തായത്. ഇപ്പൊ വീണ്ടും അറസ്റ്റിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്നതുപോലെ ഇവിടെയും അതേ ഒരു നയം തന്നെയാണ് എടുക്കുന്നത്. പഴയ മേയറെ, അതായത് ആര്യ രാജേന്ദ്രനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ മൂലക്കിരുത്തിക്കൊണ്ട് പാർട്ടി നേതാക്കന്മാരെല്ലാവരും അവരുടെ തടി രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ സൂചന ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടു. ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ പണി എരന്ന് വാങ്ങുന്നതിന് തുല്യമായിരിക്കുമെന്ന് കരുതിയിട്ട് ഈ പഞ്ചായത്ത് ഇലക്ഷൻ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ സാരഥിയായിട്ട് നിർത്തിയിട്ടില്ല. നിർത്താതെ തിരുവനന്തപുരത്ത് നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചിട്ട് അങ്ങ് ബാലുശ്ശേരിയിലേക്ക് തട്ടാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സൂചനയായിട്ട് മേയർ തന്നെ പറഞ്ഞു, ഞാൻ ഇനിയിപ്പോ ഇവിടെ ഒന്നുമില്ല, തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് പോവാണ് എന്നുള്ളത്. പക്ഷെ ബാലുശ്ശേരിക്കാരും ഇനിയിപ്പോ സച്ചിൻ ദേവനെയോ അതല്ലെങ്കിൽ മേയറെയോ എടുക്കുമെന്ന് കരുതണ്ട. കാരണം അത്രത്തോളം കുപ്രസിദ്ധി രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു പാവം ചെറുപ്പക്കാരന്റെ മണ്ടയിൽ കയറിയതിന് വേണ്ടി ഉണ്ടാകുന്നുണ്ട്. വേറെ പ്രശ്നം കൂടെ ഉള്ളത്, ഇവർക്ക് ഒരടി കൂടെ കിട്ടാൻ പോവാണ്. കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത് നമ്മുടെ കുര്യൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, നമ്മളെ യദു മേയർ വിഷയത്തില് ഡിഫറെന്റ് ആംഗിൾസുമായി ചേർന്ന് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് സമര പ്രഖ്യാപനം നടത്തി സമരം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോ ആദ്യമായി പ്ലക്കാർഡും പിടിച്ചുകൊണ്ടിറങ്ങിയ ആളാണ് ഈ കുര്യൻ. എറണാകുളം സ്വദേശിയായിട്ടുള്ള 60-65 വയസ്സുള്ള ഒരു സാധു മനുഷ്യൻ. അയാൾ യദുവിനൊരു മെസ്സേജ് അയച്ചിരുന്നു, VV രാജേഷിന്റെ ഡ്രൈവറായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ കയറ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഒരു ഡ്രൈവർ പണി തരാൻ പറ. ഏതായാലും ഒരു മേയർ പണി കളഞ്ഞതല്ലേ, മറ്റൊരു മേയർ കയറുമ്പോൾ അവർ ജനകീയരാണ് എന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരല്പം അനുഭാവമൊക്കെ പ്രകടിപ്പിക്കുന്നവരായതുകൊണ്ട് എന്തെങ്കിലും ഒരു പണി കിട്ടിയാലോ. എന്തായാലും വേറെ പണിയൊന്നും കിട്ടുന്നില്ല, ആരും കൊടുക്കുന്നില്ല. കാരണം CPM-ന്റെ ശല്യം അത്രത്തോളം ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ഈ പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ സംവിധാനം രാജേഷൻ ടീമും വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു സ്ഥിര വരുമാനം ഒരു കിട്ടിയാലോ, നീ ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് യദുവിനോട് പറഞ്ഞിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് യദു പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഒരു തീരുമാനം വരുന്നുള്ളതായിട്ട് സൂചന വരുന്നുണ്ട്. അതായത് യദുവിനെ ഇനിയിപ്പോ VV രാജേഷിന്റെ അതായത് നിയുക്ത മേയറുടെ ഡ്രൈവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും വേറെ അത് ഏതെങ്കിലും ഒരു ഡ്രൈവർ ഒരു പൊസിഷൻ അയാൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോ പഴയ മേയർക്ക് വീണ്ടും അടിയാണ്. ഈ യദുവിനെ ഒരു സ്ഥിരമായി ഇവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുത്തു, അതിലൂടെ തനിക്ക് മാനം പോയി എന്നതിൽ ഒരു വശത്ത്, മറുഭാഗത്ത് യദു കേസ് നിർത്തിയിട്ടില്ല. യദു ഇപ്പോഴും കേസ് കൊണ്ട് നടക്കുകയാണ്. പ്രൈവറ്റ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ സീബ്ര ലൈനിൽ വണ്ടി കയറ്റി നിർത്തി എന്നുള്ള ഒരു പെറ്റി കേസും മാത്രം നിലനിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ കേസും കളഞ്ഞ് തെളിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റവിമുക്തരാക്കിയ ഒരു കുറ്റപത്രം കോടതിയിൽ കൊടുത്തൊരു കഥ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. വണ്ടി തടഞ്ഞു നിർത്തിയായിട്ട് തെളിവില്ല, ട്രിപ്പ് തടസ്സപ്പെടുത്തിയതിന് തെളിവില്ല, സച്ചിൻ ദേവ് വണ്ടിക്കുള്ളിൽ കടന്നു കയറിയതിന് തെളിവില്ല, പിന്നെ അത്തരം യാതൊരു വീഡിയോ ദൃശ്യങ്ങളും കണ്ടില്ല, ഡ്രൈവറുടെ വാതില് വലിച്ചു തുറന്നിട്ടില്ല, ഡ്രൈവറുമായി കയർത്ത് സംസാരിച്ചിട്ടില്ല, യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടില്ല, എന്തിന് ട്രിപ്പ് പോലും മുടങ്ങിയിട്ടുമില്ല, അതിനൊന്നും യാതൊരു തെളിവുമില്ല. ഇതൊക്കെ ഞാനും നിങ്ങളും ചാനലിലൂടെ കണ്ടുകൊണ്ട് കുത്തിയിരുന്ന, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായിന്റെ പോലീസ് അതൊന്നും കാണൂല, അത്തരം യാതൊരു റിപ്പോർട്ടും കൊടുത്തില്ല. ഇതിനെതിരെയാണ് യദു കേസിന് പോയേക്കണേ. അങ്ങനെയാണല്ലോ, പാവപ്പെട്ടവന് ഒരു നിവൃത്തി ഗതിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ പോകേണ്ടി വരും. അങ്ങനെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമ്പോൾ ഈ കേസ് വീണ്ടും പൊന്തി വരുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ തെളിവുകളൊക്കെ ഉണ്ടാവും. ഇനി തെളിവുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ യദു ആരാന്ന് നിങ്ങൾ കരുതിക്കണേ? യദുവിന്റെ കയ്യിൽ ഇതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. മുഴുവൻ തെളിവുകളും യദുവിന്റെ കയ്യിലുണ്ട്, യദുവിന്റെ വക്കീലിന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഇറക്കാത്തതിന്റെ കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് യദുവിനെ നിർത്തിയേക്കുന്നത് കൊണ്ടാണ്. യദു ഒരു കേസ് കൊടുക്കുമ്പോൾ ഈ പോലീസുകാർ മുഴുവൻ അന്വേഷിച്ചിട്ട് കിട്ടാത്ത മുഴുവൻ തെളിവുകളും അവരെടുത്തു വെക്കും. ഇത് അങ്ങോട്ട് കൊടുക്കും, ദേ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് സകല തെളിവുകൾ ഇവർക്ക് കൊടുക്കാൻ പറ്റും. അതോടുകൂടി പെടാൻ പോണത് പിണറായിയുടെ ഇത്തരത്തിൽ ഇടപെട്ട പോലീസുകാരടക്കം ചിലപ്പോൾ പെട്ടു എന്ന് വരും. ഏതായാലും അവിടെയും മേയർ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ മേയറും ഈ പറഞ്ഞ MLA-യും കൂടെ ചേർന്നിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-യുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ഇവിടെ CPM-നെ നഷ്ടപ്പെടുന്നത് തിരുവനന്തപുരത്തെ, അതായത് കാലങ്ങളായി കൊണ്ടു നടന്നതിന് ഉള്ളംകൈയിൽ കൊണ്ടു നടന്ന തിരുവനന്തപുരത്തിന്റെ ഭരണം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, സംസ്ഥാനത്തിന്റെ ഭരണം തന്നെ നഷ്ടപ്പെടാൻ പോകും. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടാൻ പോണത് മേയർക്കാണ്. രണ്ട് രീതിയിലാണ്. ഒന്ന്, VV രാജേഷിന്റെ വക അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മേയർ തന്നെ നടപടി നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ
ഒരു പാവപ്പെട്ടവന് ജോലി കളഞ്ഞതിന് വേണ്ടി കോടതി കൃത്യമായിട്ട് കയറി ഇടപെടുമ്പോൾ ആ നിലയ്ക്കും വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഇനി വാങ്ങി കൂട്ടാം. ഇനിയാണ് ശരിക്കും കളി തുടങ്ങാൻ പോകുന്നത്. Different angles. Don't forget to subscribe and support this channel.